നമസ്കാരം. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. പരമശിവന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള ഭവനങ്ങളിൽ അംഗങ്ങളിൽ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വീടുകളിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഇതിൽ ഒരു ലക്ഷണമെങ്കിലും ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ആ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് അതിരാവിലെ അല്ലെങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സ്മരിക്കുന്നതായ അവസരത്തിലോ ഈ രണ്ട് സമയങ്ങളിൽ വിളക്ക് വയ്ക്കുന്നതായ സമയത്തോ വീടുകളിൽ ഭസ്മത്തിന്റെ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ്. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന. ആ വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നും കുടുംബത്തിന് ഭഗവാൻ സംരക്ഷണം നൽകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ആ കുടുംബത്തിന്റെ എതിരെ ആര് തന്നെ പ്രവർത്തിച്ചാലും അത് വിലപ്പോവില്ല എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കാരണം ഭഗവാന്റെ സംരക്ഷണയിൽ തന്നെയാണ് നിങ്ങളുള്ളത്. അതിനാൽ ഏതൊരു ശത്രുവാണ് എങ്കിലും അവർക്ക് നിങ്ങൾക്ക് മേൽ ദോഷകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേതായ കാര്യം ചെടികൾ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പരമശിവൻ സർവചരാചരങ്ങളുടെയും നാഥൻ തന്നെയാണ്. അതിനാൽ ആ വീടിന്റെ വളപ്പിൽ തീർച്ചയായും ചില ശുഭ സൂചനകൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഏതൊരു സസ്യമായിക്കോട്ടെ, ഏതൊരു കാര്യമാണ് എങ്കിലും പെട്ടെന്ന് വളരുന്നതായ സാഹചര്യം, നിങ്ങൾ നടുകയാണ് എങ്കിൽ പെട്ടെന്ന് പിടിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഒരിക്കലും ഒരു സസ്യവും പിടിക്കാതിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്രകാരം നിങ്ങളെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. ആ വീട്ടിൽ ഈശ്വരാധീനമുണ്ട് എന്ന വ്യക്തമായ സൂചന. അത് പരമശിവന്റെ അനുഗ്രഹമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ സാന്നിധ്യമുള്ള വീട്ടിലെ അംഗങ്ങളിലും ചില പ്രത്യേകതകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഭഗവാന്റെ സാന്നിധ്യമുള്ള വീടുകളിലെ വ്യക്തികൾ വളരെ ലളിതമായി ജീവിക്കുന്നവരായിരിക്കും. അത്തരത്തിലുള്ള വ്യക്തികളായിരിക്കും ആ വീട്ടിൽ ഉണ്ടാവുക. അമിതമായി ഒന്നും ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കും ഇവർ. ഒരു കാര്യവും അമിതമായി ഇവർ ആഗ്രഹിക്കുന്നതല്ല. വളരെ പൂർണ്ണമായി ജീവിക്കണം അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല ഇവർ. ധാരാളം ശംഖുപുഷ്പം ആ വീടുകളിൽ വിരിയും എന്നുള്ളതാണ്. കൂടാതെ ആ വീടുകളിൽ ധാരാളമായി പുഷ്പങ്ങളും വിടരുന്നതാണ്. അതായത് മറ്റ് പുഷ്പങ്ങളും ധാരാളമായി വിടരുന്നതാകുന്നു. പ്രത്യേകിച്ചും വെളുത്ത പുഷ്പങ്ങളും ധാരാളമായി വിടരുന്നു എങ്കിൽ അത് മഹാദേവന്റെ അനുഗ്രഹമാണ്, കടാക്ഷമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിളക്കിലെ നാളം, അതായത് നിങ്ങൾ എപ്പോഴും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ വിളക്കിലെ നാളം നീണ്ടതും ഒട്ടും ശബ്ദമില്ലാതെ തെളിയുന്നതായ സാഹചര്യം. സൂക്ഷിച്ചു നോക്കിയാൽ ചില വീടുകളിൽ ശിവലിംഗം ആ നാളത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരവുമാണ്. കൂടാതെ ആ വിളക്കിലെ നാളം കൂടുതൽ സ്വർണപ്രഭയോടെ വിളങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം സംഭവിക്കുന്നതും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. കൂടാതെ ശബ്ദമില്ലാതെ തന്നെ വിളക്ക് തെളിയുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാ ദിവസങ്ങളിലും ഇപ്രകാരം തന്നെ സംഭവിക്കുന്നതുമാണ്. കൂടാതെ ഒരു വ്യക്തിക്ക് ഏറ്റവും അനിവാര്യം ഐശ്വര്യം തന്നെയാണ്. അതിൽ പ്രഥമമായ ഒരു കാര്യം തന്നെയാണ് വീടുകളിൽ 2 നേരം വിളക്ക് തെളിയിക്കുക എന്നത്. ഇപ്രകാരം തെളിയിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യം വിളങ്ങുക തന്നെ ചെയ്യും.
എന്നാൽ പലർക്കും രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കാതെ വരാം. പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങുന്നതായ സാഹചര്യം. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന വ്യക്തികളുടെ വീടുകളിൽ നിത്യവും വിളക്ക് തെളിഞ്ഞിട്ടുണ്ടാകും. കാരണം ഒരിക്കലും മുടങ്ങില്ല എന്നതാണ് വാസ്തവം. നിത്യവും ആ വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കും. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ദീപധൂപ ആരതി മിക്കവാറും നാം ചെയ്യുന്നതാണ്. ചന്ദനത്തിരിയുടെ ധൂപം ശിവചിത്രത്തിലേക്ക് മാത്രമായി പോകുന്നതായ സാഹചര്യം. ശിവചിത്രത്തിലേക്ക് കൂടുതലായും ഇത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ സംഭവിക്കുന്നതായ ഒരു സൂചനയായി തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. ഭഗവാന് പലപ്പോഴും പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ സമർപ്പിച്ചതായ പുഷ്പം അനങ്ങുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ ഒരു സാഹചര്യം. അകാരണമായി ഈ പുഷ്പം ശിവലിംഗത്തിൽ നിന്നോ അല്ലെങ്കിൽ താഴെ വീഴുന്നതായ സാഹചര്യം. ഇപ്രകാരം സംഭവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ സൂചന തന്നെയാണ്. താഴെ ഒരു പുഷ്പം വീഴുകയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ഭഗവാന്റെ കോപമായി കണക്കാക്കേണ്ട. ഭഗവാന്റെ സാന്നിധ്യമായി തന്നെ നിങ്ങൾ അത് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ശുഭകരമാണ് ഈ സൂചന. വീട്ടിൽ ആഹാരം കഴിച്ചാൽ അത് കുടുംബമായിക്കൊള്ളട്ടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ പെട്ടെന്ന് തന്നെ അവരുടെ വയറ് നിറയും. അല്പം ആഹാരം കഴിച്ചാൽ പോലും വയറ് നിറയുകയും മനസ്സ് നിറയുകയും ചെയ്യുന്നതായ സാഹചര്യം. ആര് തന്നെ വീട്ടിൽ വന്നാലും ഇത്തരത്തിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ സാധിക്കുന്നതാണ്. അത് ആ കുടുംബാംഗങ്ങളുടെ ഈശ്വരാധീനം നിറഞ്ഞ മനസ്സിനാൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അത് ഭഗവാന്റെ കൃപാ കടാക്ഷമാണ് എന്ന് നിസ്സംശയം പറയാം. ആഹാരം ഒട്ടും കളയുവാൻ ബാക്കി ഉണ്ടാകില്ല എന്നതും പ്രത്യേകതയായി പരാമർശിക്കാം. ഇവർ വയ്ക്കുന്നതായ ആഹാരം എപ്പോഴും കൃത്യമായിരിക്കും, ഏവർക്കും തികയും എന്നുള്ളതാണ്. ആ വീട്ടിൽ എപ്പോഴും ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതാണ്. തർക്കങ്ങൾ കലഹങ്ങൾ പോലും ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യം ഉണ്ടാകും. ഏതൊരു പ്രശ്നം അല്ലെങ്കിൽ ചില അവ്യക്തമായ കാര്യങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടായാൽ പോലും അത് രമ്യതയിൽ പറഞ്ഞ് തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. ഒരിക്കലും അത് കലഹത്തിലേക്ക് പോകില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നതും ആ വീട്ടിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു സൂചന തന്നെയാകുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തനിയെ ഉണരുവാൻ സാധിക്കുന്നതായ സാഹചര്യം. ആരും വിളിക്കാതെ തന്നെ, അതായത് കുടുംബത്തിലെ അംഗങ്ങൾ വിളിക്കാതെ തന്നെ തനിയെ ഉണരുന്നതായ സാഹചര്യം. എന്നാൽ നിങ്ങളെ ആരോ തട്ടി വിളിച്ചതുപോലെ അനുഭവപ്പെടുന്നതാണ്. അത് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതിനാൽ സംഭവിക്കുന്ന ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ആ സമയം ശിവസൂചകമായ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് വരാം. പരമശിവനുമായി ബന്ധപ്പെട്ട പലവിധ സ്വപ്നങ്ങൾ കാണുവാൻ സാധിക്കും. ചില അവസരങ്ങളിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നതായ സാഹചര്യം. ഇത് അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്. ഇപ്രകാരം സംഭവിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. പൂജാമുറിയിലെ ഭഗവാന്റെ ചിത്രം എപ്പോഴും നിങ്ങളെ നോക്കി ചിരിക്കുന്നതായ സാഹചര്യം. അത് പൂജാമുറിയിൽ തന്നെ ആകണം എന്നില്ല. മറ്റൊരിടത്തേക്ക് പോകുന്നതായ സാഹചര്യത്തിലോ യാത്രകൾ ചെയ്യുന്നതായ അവസരത്തിലോ ഇത്തരം സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ, അതായത് ഭഗവാന്റെ ചിത്രം നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം സംഭവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാകുന്നു. യാദൃശികമായി ഭഗവാന്റെ ചിത്രം ആ വീട്ടിൽ നിത്യവും വരുന്നു. അല്ലെങ്കിൽ പല ആവർത്തി ഭഗവാന്റെ ചിത്രങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം. പ്രത്യേകിച്ചും ഭഗവാന് വിശേഷപ്പെട്ടതായ പ്രദോഷ ദിവസവും മൂന്നാമ്പർ ദിവസവും മറ്റ് വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലും ഭഗവാന്റെ ചിത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം. ഇപ്രകാരം സംഭവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരായിരിക്കില്ല ഇവർ. കൂടാതെ പല കാര്യങ്ങളും മുൻകൂട്ടി കാണുവാൻ സാധിക്കും. അത് ചില കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന ഉൾവിളി നിങ്ങൾക്ക് വന്നു ചേരാം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ചില ചിന്തകൾ കടന്നു വരാം. ഇപ്രകാരം സംഭവിക്കുന്നതും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യം മുടക്കം കൂടാതെ അല്ലെങ്കിൽ പല ആവർത്തിയാണ് എങ്കിലും ദർശനം നടത്തുവാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം ശിവക്ഷേത്രത്തിൽ ശിവസന്നിധിയിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കൂടിയാകുന്നു. ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങൾ എല്ലാം നിങ്ങളിൽ പ്രകടമാകണം എന്നില്ല. ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ട് എങ്കിൽ, ഒരു ലക്ഷണമെങ്കിലും ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ ശിവാരാധന മുടക്കുവാൻ പാടുള്ളതല്ല. നിത്യവും പരമശിവനെ ആരാധിച്ച് തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. നാൾക്ക് നാൾ ഭഗവാന്റെ അനുഗ്രഹം, ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്.